ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോസൈക്ലോപീഡിയയുടെ RX135 ടു RX King പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പം RXൻ്റെ എൻജിൻ സ്പ്ലിറ്റ് ചെയ്യുന്നതും ഇതിനകത്ത് ക്ലീനിങ്ങുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടി ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാം, നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരൂ. നമ്മൾ ക്രാങ്ക് കേസിൻ്റെ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഈ ക്രാങ്ക് കേസ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ക്രാങ്ക് കേസ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫൈബർ ചുറ്റികയാണ്. അതുകൊണ്ട് വലിയ ഡാമേജുകൾ കേസിന് വരത്തില്ല. അതുകൊണ്ടാണ് ഒരിക്കലും മെറ്റൽ ഹാമറുകൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. നിങ്ങളിപ്പോൾ അഥവാ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ടൂള് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മുടെ കേസിനകത്ത് നമുക്ക് നിറച്ചും ഓയിലും കരിയും ഒക്കെ ഉള്ളതായിട്ട് കാണാം. ഇതൊക്കെ ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അടുത്ത അസംബ്ലി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പാർട്ടുകളെല്ലാം നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യണം. നമ്മൾ ഈ എഞ്ചിനകത്തുനിന്ന് എടുക്കുന്നത് ഇതിൻ്റെ ഗിയർ ബോക്സും ഇതിൽ വരുന്ന ചെറിയ ചെറിയ വാഷറുകൾ, സർക്ലിപ്പ് ലോക്കുകൾ എന്നീ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളിതിൻ്റെ ക്രാങ്ക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും റീപ്ലേസ് ചെയ്യുകയാണ്. മുമ്പ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് 4x2 RX Kingൻ്റെ കണക്റ്റിംഗ് റോഡ് യൂസ് ചെയ്തൊരു ക്രാങ്ക് തന്നെയായിരുന്നു. ക്രാങ്കിന് ഡാമേജ് സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാലും പുതിയൊരു ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് ക്രാങ്ക് റീപ്ലേസ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഗിയർ ബോക്സ് ആണ് റിമൂവ് ചെയ്യാനുള്ളത്. അതിനായിട്ട് നമ്മൾ ഈ 2 പിന്നുകൾ ഊരിയെടുക്കുകയാണ്. അതിനുശേഷം ഷിഫ്റ്റിംഗ് ഫോർക്കുകൾ 3 ഫോർക്കുകളാണ് ഉള്ളത്. അത് 3 സാവധാനം ഊരിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഷിഫ്റ്റിംഗ് ഡ്രം ഊരിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഗിയറിൻ്റെ പൊസിഷനുകൾ. ഇപ്പോൾ ഈ ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾ ജസ്റ്റ് കണ്ടത് ഗിയറിൻ്റെ പൊസിഷനുകളാണ്. നമ്മൾ ഷിഫ്റ്റിംഗ് ഡ്രം ഊരിയെടുത്തു. അതിനുശേഷം ഗിയർ വീലുകൾ ഊരിയെടുത്തു. ഗിയർ വീലുകൾ നമ്മൾ എല്ലാ വീലുകളും നല്ല പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ഡാമേജ് ഉണ്ടോ, ക്രാക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ കേസിൽ ഇതിനകത്തില്ല. നമ്മൾ ഈ RX King ബിൽഡിൽ യൂസ് ചെയ്യുന്നത് RX135 5 സ്പീഡിൻ്റെ ഗിയർ ബോക്സാണ്. കാരണം നമുക്ക് അതിൻ്റെ ഒരു ക്ലോസ് റേഷ്യോ ഗിയർ ബോക്സ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ 5 സ്പീഡ് ഗിയർ ബോക്സ് തന്നെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ക്രാങ്ക് കേസ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പം ആദ്യമായിട്ട് ഇതിൻ്റെ മുൻപ് റീസ്റ്റോർ ചെയ്തപ്പോൾ ഇതിൻ്റെ ക്രാങ്ക് കേസിൻ്റെ പുറത്ത് നമ്മൾ പെയിൻ്റ് അടിച്ചിരുന്നു. അപ്പോൾ ആ പെയിൻറ്റിങ്ങും നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. ഈ കാണുന്ന പെയിൻറ്റിങ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ക്രാങ്ക് കേസിൻ്റെ ക്രാങ്ക് വരുന്ന ഏരിയ അതും നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നതുകൊണ്ട് കുറച്ച് പാർട്ടുകൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു വയർ ബ്രഷ് വെച്ചിട്ട് ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുത്തത്.